ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സോഷ്യോളജിയുടെ ഫോക്കസ് ഏരിയ. അതിൽ കുറേ ഭാഗങ്ങൾ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് സോഷ്യോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് ലെസണിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണ് എന്ന് പഠിക്കണം. അതുപോലെ തന്നെ ആ ഒരു പദം നൽകിയത് ആരാണ്? CW മിൽസ്. അത് വൺ വേർഡായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോയിലെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. സ്കോപ്പ് ഓഫ് സോഷ്യോളജി. അതുപോലെ തന്നെ അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് അതർ സയൻസസിൽ രണ്ട് സോഷ്യൽ സയൻസസിനെ കമ്പാരിസൺ പഠിച്ചാൽ മതി. സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജിയും സോഷ്യോളജി ആൻഡ് സൈക്കോളജി. മറ്റതൊന്നും നോക്കേണ്ടതില്ല. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ടേംസ്, കൺസെപ്റ്റ് ആൻഡ് ദ യൂസ് ഇൻ സോഷ്യോളജിയിലെ വോട്ട് ഈസ് അഗ്രിഗേറ്റ്. അത് പലപ്പോഴും ചോദിച്ച് കാണുന്ന ചോദ്യമാണ്. കോസി ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിന് ഉദാഹരണം ചോദിക്കാം. എന്താണ് അഗ്രിഗേറ്റ് എന്ന് ചോദിക്കാം. ക്രൗഡ് തന്നെയാണിത്. ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് എന്താണെന്ന് ചോദിക്കാം. അതിൻ്റെ സവിശേഷതകൾ, ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി, അതാണ് കമ്മ്യൂണിറ്റി. അതുപോലെ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പിലെ എല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിക്കണം. പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹ്യ ശ്രേണീകരണം. അതിൽ രണ്ട് തരം ശ്രേണീകരണത്തെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്, കാസ്റ്റ് ആൻഡ് ക്ലാസ്. അപ്പോൾ അത് ഓരോ ഫങ്ഷണലിസ്റ്റ് വ്യൂവും കോൺഫ്ലിക്റ്റ് വ്യൂവും ക്ലാസ്സിനെ കുറിച്ചുള്ളത് എന്താണെന്ന് വ്യക്തമായി പഠിച്ചിരിക്കണം. പിന്നെ അതിൽ നിന്ന് പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് സ്റ്റാറ്റസ് ആൻഡ് റോൾ, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, അച്ചീവ്ഡ് സ്റ്റാറ്റസ്, അതുപോലെ റോൾ എന്താണ്, റോൾ കോൺഫ്ലിക്റ്റ് എന്താണ്, റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്താണ്. ഇപ്പോൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഫോക്കസ് പോയിൻ്റ് റിവിഷൻ എന്ന് പറഞ്ഞ് ക്ലാസ് ഇടുന്നതാണ്. ഇനി ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോളിലെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഫങ്ഷണലിസ്റ്റ് വ്യൂ ഓൺ സോഷ്യൽ കൺട്രോൾ, ആ ഒരു പോയിൻ്റാണ് എടുത്ത് പഠിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും അതുപോലെ ഫങ്ഷണലിസ്റ്റ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്നും പറയണം. അതുപോലെ അത് ഏതിനെക്കുറിച്ചൊക്കെയാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്? ഫാമിലി. ഇപ്പോൾ ഫാമിലിയുടെ ഫോംസ് പഠിക്കുക, മാരേജിൻ്റെ ഫോംസ് പഠിക്കുക, റൂൾസ് ഓഫ് മാരേജ്, അതുപോലെ തന്നെ കിൻഷിപ്പ്, ടൈപ്സ് ഓഫ് കിൻഷിപ്പ്, പിന്നെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവിടെ ഒന്നും അവോയ്ഡ് ചെയ്യാനില്ല, അതെല്ലാം പഠിക്കേണ്ടതാണ്. ഇനി നാലാമത്തെ ചാപ്റ്ററിൽ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷനിൽ കൾച്ചർ എന്താണെന്ന് പഠിക്കണം. ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ. അപ്പോൾ നമുക്ക് എപ്പോഴും കോഗ്നേറ്റീവ് ആൻഡ് നോമേറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ, ആ ടൈപ്പ്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ടോപ്പിക്കാണ് കൾച്ചറൽ ലാഗ്. അത് എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്. വോട്ട് ഈസ് എത്തനോസെൻട്രിസം, വോട്ട് ഈസ് കോസ്മോപൊളിറ്റനിസം. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കുക. പിന്നെ കൾച്ചറൽ ചേഞ്ചസിൽ എന്തൊക്കെയാണ് കോസസ് ആൻഡ് ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സോഷ്യലൈസേഷനിൽ മീനിങ് ആൻഡ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. ഇനി അഞ്ചാമത്തെ ചാപ്റ്ററിലെ റിസർച്ച് മെത്തേഡാണ്. അതിൽ ഒബ്ജക്റ്റിവിറ്റി എന്താണ്, സബ്ജക്റ്റിവിറ്റി എന്താണ്, പിന്നെ ടൈപ്സ് ഓഫ് മെത്തേഡ് തന്നെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്, പിന്നെ സോഴ്സസ് ഓഫ് ഡാറ്റ ഏതൊക്കെയാണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ, അതുപോലെ മൈക്രോ ആൻഡ് മാക്രോ മെത്തേഡ്, ട്രയാങ്കുലേഷൻ, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, ഫീൽഡ് വർക്ക്. അപ്പോൾ ഇത് ആന്ത്രപ്പോളജിയിൽ എങ്ങനെയാണ്, സോഷ്യോളജിയിൽ എങ്ങനെയാണ് എന്നുള്ളതും, പിന്നെ സർവേ ആൻഡ് ഇൻ്റർവ്യൂ, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നിട്ടുണ്ട്. സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആണ് ടൈപ്പിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഇനി ആറാമത്തെ ചാപ്റ്ററിൽ സോഷ്യൽ സ്ട്രക്ചർ, സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ് ഇൻ സൊസൈറ്റിയിൽ എന്താണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയണം, അതിൻ്റെ ഡെഫിനിഷൻ. പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അത് പറയുമ്പോൾ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് ദാറ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അൺഈക്വലി ഇൻ അൺഈക്വാലിറ്റി. അതെന്തുകൊണ്ടാണ് അങ്ങനെ അൺഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ്റെ, ലൈഫ് ചാൻസസ് അനുസരിച്ച്, സോഷ്യൽ സ്റ്റാറ്റസ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം. പിന്നെ അതുപോലെ സോഷ്യൽ പ്രോസസ്സൊക്കെ എന്താണ്, കോഓപ്പറേഷൻ, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്. ഇനി ഏഴാമത്തത് സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ റൂറൽ ആൻഡ് അർബനിൽ നിങ്ങൾ ടൈപ്സ് ആൻഡ് സോഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് പറയണം. അതുപോലെ തന്നെ
എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്, വില്ലേജിലും സിറ്റിയിലും സോഷ്യൽ ഓർഡർ എങ്ങനെയാണ്, ക്രമസമാധാനം. പിന്നെ ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗെറ്റോയിസൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ജെൻട്രിഫിക്കേഷൻ, ലെജിറ്റിമേഷൻ. എല്ലാം വീഡിയോസിലുള്ളതാണ് കേട്ടോ. ഈസി പോയിൻറ്റ് +1 സോഷ്യോളജി എന്ന് അടിച്ചു കൊടുത്താൽ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റിയിലെ ഇക്കോളജി എന്താണ്, അതുപോലെ തന്നെ സോഷ്യൽ എൻവയോൺമെൻറ്റിലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി, പിന്നെ റിസ്ക് സൊസൈറ്റി, പിന്നെ മേജർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. അതായത് നമുക്കറിയാം പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ്, ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ, ഇതെല്ലാം പറയാം. ഇനി അടുത്തത് അതിൽ തന്നെയുള്ളത് സോഷ്യൽ ഇനീക്വാളിറ്റി എന്നാൽ എന്ത്, പബ്ലിക് ഇൻട്രസ്റ്റ് ഓഫ് പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി പവർഫുൾ ഗ്രൂപ്പ് ഹേർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് പുവർ ആൻഡ് പൊളിറ്റിക്കലി വീക്ക്. ആ ഒരു പോയിൻ്റ് എന്തായാലും അതിൽ നിന്ന് ചോദ്യം വരും. സോഷ്യൽ ഇക്കോളജി എന്താണ് എന്നുള്ളതും. ഇനി 9ാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അത് സോഷ്യോളജിയിലെ എങ്ങനെയാണ് എമർജൻസ് ഓഫ് സോഷ്യോളജി, അതായത് എൻലൈറ്റ്മെൻറ്റ്, ഫ്രഞ്ച് റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ നമുക്കറിയാമല്ലോ 3 റെവല്യൂഷൻസാണ് ലൂടെയാണ് സോഷ്യോളജി ഉണ്ടായത്. പിന്നെ അതുപോലെ ക്ലാസ് സ്ട്രഗിൾ, കാൾ മാർക്സിൻ്റെ കോൺട്രിബ്യൂഷൻ, അത് വളരെ നന്നായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ എമിൽ ഡർക്കീമിൻ്റെ കോൺട്രിബ്യൂഷൻ പഠിക്കുക. അതിൽ ഡിവിഷൻ ഓഫ് ലേബറും സോഷ്യൽ സോളിഡാരിറ്റി, അതിൻ്റെ ടൈപ്സ്, മെക്കാനിക്കൽ ആൻഡ് ഓർഗാനിക്. പിന്നെ മാക്സ് വെബറിൻ്റെ ബ്യൂറോക്രസിയും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അത് അത്രയും ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി 10ാമത്തെ ഇത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റാണ്. അപ്പോൾ ഗുറയുടെ വർക്ക് 6 ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ്, അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ DP മുഖർജിയുടെ ലിവിങ് ട്രഡീഷൻ, 3 പ്രിൻസിപ്പിൾസ് ഓഫ് ചേഞ്ച് റെക്കഗ്നൈസ്ഡ് ഇൻ ഇന്ത്യൻ ട്രഡീഷൻ, അത് നമ്മൾ പറയുന്നത് ശ്രുതി, സ്മൃതി, അനുഭവ. ആ പോയിൻറ്റ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഇനി ദേശായിയുടെ മേജർ വർക്ക്സ്, ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ 1 വേർഡിലോ മാത്സ് ഫോളോയിങ്ങിലോ ഒക്കെ ചോദിക്കാവുന്നതാണ്. മേജർ വർക്ക്സ് ഏതൊക്കെയാണ്, മിത്ത് ഓഫ് സോഷ്യൽ വെൽഫെയർ സ്റ്റേറ്റ്, അതുപോലെ ഫീച്ചർ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്, അത് ആണ് പഠിക്കേണ്ടത്. പിന്നെ MN ശ്രീനിവാസൻ്റെ ഇവിടെ റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ കുക്സ് ഓഫ് സൗത്ത് ഇന്ത്യ, അതുപോലെ തന്നെ 2 ടൈപ്സ് ഓഫ് ശ്രീനിവാസ് റൈറ്റിംഗ് ഓൺ ഇന്ത്യൻ വില്ലേജ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഫോക്കസ് പോയിന്റിൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളെന്ന് തന്നെ പറയാം, വളരെ കുറച്ച് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, ബാക്കി എല്ലാ ഭാഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഫോക്കസ് പോയിന്റ്. ഇതിൽ നിന്നായിരിക്കാം ഏകദേശം ഒരു 70% ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാക്കി 30% ക്വസ്റ്റ്യൻസ് എല്ലാം ഫോക്കസ് ഏരിയക്ക് പുറത്തുനിന്നും ഉണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് ഈ 70% എന്ന് പറയുമ്പോൾ അത് നല്ല സ്കോർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് A+ തന്നെ വാങ്ങാൻ സാധിക്കും. കാരണം ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സ് ഫോക്കസ് ഏരിയ അനുസരിച്ചിട്ട് കൂടുതലായിരിക്കും, ഡബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറിയാവുന്നതെല്ലാം ആൻസർ ചെയ്യാൻ സാധിക്കും. ഇനി ഫോക്കസ് ഏരിയ അനുസരിച്ച് അല്ലെങ്കിൽ ഫോക്കസ് പോയിൻ്റ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്റർ വൈസ്. ഫസ്റ്റ് ചാപ്റ്റർ, ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ സെൻസ് നോളേജ് ആൻഡ് സോഷ്യോളജിക്കൽ നോളേജ് എന്ന് പറഞ്ഞാൽ സാമാന്യ ബോധജ്ഞാനം എങ്ങനെയാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞാനത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. നമുക്കറിയാം എന്താണ് സാമാന്യ ബോധജ്ഞാനം, കോമൺ സെൻസ് നോളജാണ്. അത് നമുക്ക് വ്യക്തിപരമാണത്, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന, നമ്മൾ സോഷ്യലൈസ് ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഭിപ്രായമാണത്. അപ്പം നാച്ചുറലിസ്റ്റിക് ഓർ ഇൻഡിവിജ്വലിസ്റ്റിക് എക്സ്പ്ലനേഷനാണത്. അതിന് യാതൊരു സയൻറ്റിഫിക് ബേസുമില്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സയൻറ്റിഫിക് ബേസിസ്. ഇനി സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ ഈസ് ബേസ്ഡ് ഓൺ ഡാറ്റ. നമുക്ക് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനിലൂടെ ലഭിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് വൈസ് കുറച്ചും കൂടി നോട്ട് എഴുതുക. ഇതിപ്പോൾ 2 സെൻറ്റൻസേ ഉള്ളൂ, നമുക്കിത് കുറച്ചും കൂടി അതിന് ഉദാഹരണമൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹ്യ ശാസ്ത്ര സങ്കല്പം എന്നാൽ എന്ത്? റൈറ്റ് മിൽസിൻ്റെയാണ് ഈ പദം, ഈ കൺസെപ്റ്റ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കോയിൻഡ് ബൈ ദ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് റൈറ്റ് മിൽസ്.
അദ്ദേഹം പറയുന്നത് അത് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ആർ ഡയലക്റ്റിക്കലി ലിങ്ക്ഡ്. എങ്ങനെയാണ് സൊസൈറ്റിയും വ്യക്തികളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹി സെയ്സ് ദാറ്റ് എവരി സോഷ്യൽ പ്രോബ്ലം ഹാസ് കണക്ഷൻസ് വിത്ത് ഇൻഡിവിജ്വൽ പ്രോബ്ലം. എല്ലാ സാമൂഹ്യ പ്രശ്നവും വ്യക്തിപരമായ പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സാമൂഹ്യ പ്രശ്നം പൊതുപ്രശ്നമാകുന്നു, ഒരു പൊതുപ്രശ്നം വ്യക്തിഗത പ്രശ്നവുമാകുന്നതിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പദം കൊണ്ട് സി റൈറ്റ് മിൽസ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് ഉദാഹരണം ഒരു വ്യക്തിപരമായ ഒരു കാര്യമാണ് സ്ട്രെസ്സ്. നമുക്ക് സംഘർഷം അല്ലെങ്കിൽ നമ്മുടെ മാനസിക പിരിമുറുക്കം, സ്ട്രെയിൻ, അതിൻ്റെ ഒരു അവസ്ഥയാണ്. അതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറാം, ക്രൈം ആയിട്ട് മാറാം. അതുപോലെ ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഏകാന്തത ഒരു വ്യക്തിപരമായ പ്രശ്നമാണ്. അത് മദ്യപാനം എന്ന് പറയുന്ന, ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു പൊതുപ്രശ്നത്തിലേക്ക് തിരിയാം. ഇനി തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രശ്നമാണ്. അതൊരു പൊതുപ്രശ്നമാകുന്നത് കുറേ പേർക്ക് അതുപോലെ തൊഴിലില്ലായ്മ ഉണ്ടാകുമ്പോൾ അത് അൺഎംപ്ലോയ്മെൻ്റ് എന്നൊരു പൊതു പ്രശ്നത്തിലേക്ക് കടക്കാം. ഒരു വ്യക്തിയുടെ പ്രശ്നമാണ് വിശപ്പ് എന്നുള്ളത്. എന്നാൽ പോവർട്ടി എന്നുള്ളത് പൊതുവായ ഒരു ദാരിദ്ര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പോവർട്ടി എന്നുള്ളത് ഒരു വ്യക്തിപരമായ പ്രശ്നമായിട്ട് നമുക്ക് ഉദ്ദേശിക്കാം. അതുപോലെ തന്നെ ഈ ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് ഒരു പൊതുപ്രശ്നമായ ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യം, വ്യഭിചാരം, പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നത്. അപ്പം ഇതാണ് CW റൈറ്റ്സ് മിൽസ് പറയുന്നത്. വ്യക്തിപരമായ പ്രശ്നം എങ്ങനെയാണ് പൊതുപ്രശ്നമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഒരു പൊതുപ്രശ്നം എങ്ങനെയാണ് വ്യക്തിപരമാകുന്നത്. അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ച പദമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇനി സ്കോപ്പ് ഓഫ് സോഷ്യോളജിയാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അത് എന്താണ് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുമ്പോൾ, സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കുന്നവർക്ക് ഭൗതിക ആനുകൂല്യങ്ങൾ നൽകുന്നു, ഇൻ്റലക്ച്വൽ ബെനഫിറ്റ്സ്, നമുക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നു. പിന്നെ ഇറ്റ് ലിബറേറ്റ് സ്റ്റുഡൻറ്റ് ഫ്രം പ്രൊവിൻഷ്യലിസം ഓഫ് കളർ ആൻഡ് ക്ലാസ് ഓർ റിലീജിയൻ ആൻഡ് റീജിയൻ. ഇതൊരു വിമോചന പാഠശാഖയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ കളറ്, ക്ലാസ്, മതം, പ്രദേശം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടുങ്ങിയ ചിന്തയിൽ പിടിച്ചു നിർത്തുന്നില്ല, ഒരു വിശാലമായ ഒരു ചിന്ത നമുക്ക് നൽകുന്നു. ഇറ്റ് ഹെൽപ്സ് ഹിം ടു ടേക്ക് എൻ ഒബ്ജക്റ്റീവ് ഓഫ് ഹിസ് ഓൺ സൊസൈറ്റി. ഒരു സോഷ്യോളജി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അവന് ഈ സമൂഹത്തെക്കുറിച്ചൊരു വിപുലമായ കാഴ്ചപ്പാട് നൽകുവാനായിട്ട് സഹായിക്കുന്നു. ഇനി സോഷ്യോളജി ഗീവ്സ് എ പെർസ്പെക്റ്റീവ് ടു ഹിസ്റ്ററി. അതായത് ചരിത്രത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നൽകുന്നു സോഷ്യോളജി പഠനം. ആൻഡ് ആൻ ഇൻസൈറ്റ് ടു ദ ലൈഫ് ഓഫ് മാൻ ഓൺ എർത്ത്. ഭൂമിയിലെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ഒരു അവലോകനവും നൽകുന്നു. ഇറ്റ് ഹെൽപ്പ് ദ സ്റ്റുഡൻറ്റ് ടു റെക്കഗ്നൈസ് ആൻഡ് ടു അപ്രിഷിയേറ്റ് ദ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻ ദ എൻവയോൺമെൻറ്റ് ദാറ്റ് സറൗണ്ട്സ് ഹിം. അവന് ചുറ്റുമുള്ള സാമൂഹ്യ ലോകത്തെക്കുറിച്ച് ഒരു അറിവ് നൽകുന്നു. ആറാമത്തേത്, സോഷ്യോളജിസ്റ്റ് ഹു ആർ ട്രെയിൻഡ് ഇൻ റിസർച്ച് പ്രൊസീജിയർ are in increasing demand in business, government, industry, city planning, social work supervision, advertising, communication, administration and many other areas of community life. അതായത് സാമൂഹ്യ ശാസ്ത്രജ്ഞനായി ട്രെയിൻഡായ, റിസർച്ച് പ്രൊസീജിയേഴ്സൊക്കെ ട്രെയിൻഡായി ലഭിച്ചിരിക്കുന്നൊരു വ്യക്തിക്ക് ഗവേഷണ രംഗത്ത്, ബിസിനസ് രംഗത്ത്, വ്യവസായ രംഗത്ത്, പരസ്യം, ഭരണം, ആരോഗ്യ, കുടുംബക്ഷേമം, നയരൂപീകരണം, അധ്യാപനം എന്നീ മേഖലകളിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു. ഇനി ഏഴാമത്തെ പോയിന്റ്, എ ഗുഡ് നമ്പർ ഓഫ് സോഷ്യോളജിസ്റ്റ് ഹാവ് ബീൻ ടേക്കൺ ഇൻ ടു വേരിയസ് ഗവൺമെൻറ് ഏജൻസീസ് ടു കണ്ടക്ട് റിസർച്ച്. അതായത് ഗവൺമെൻറ് ഏജൻസീസ് തിരഞ്ഞെടുക്കുകയാണ് ഇവരെ റിസർച്ച് നടത്തുവാനും, അതുപോലെ തന്നെ ഒരു ഉപദേശക സമിതിയിൽ അംഗമായി ഗവൺമെൻറ്റിൻ്റെ ഗവേഷണ പ്ലാനിങ്ങിൽ, ഗവേഷണമല്ല, ഒരു വെൽഫെയർ പ്ലാനിങ്ങിലൊക്കെ ഒരു ഉപദേശക സമിതിയായി പ്രവർത്തിക്കുവാനും അവർക്ക് തൊഴിൽ സാഹചര്യം ഉണ്ട്. എട്ടാമത്തേത്, ടുഡേ സോഷ്യോളജീസ് ആർ ഫൈൻഡിങ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, കോർപ്പറേഷൻസ്, ഹോസ്പിറ്റൽ, ലാർജ് വെൽഫെയർ ഏജൻസീസ് ആൻഡ് അതർ
ഓർഗനൈസേഷൻ. അപ്പോൾ പല മേഖലകളിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആസ്പത്രികളിലെ ക്ഷേമ പദ്ധതികൾ നടത്തുന്ന പല പദ്ധതികളിലും അതുപോലെ സംഘടനകൾ ഇവരൊക്കെ സോഷ്യോളജിസ്റ്റുകൾ തൊഴിൽ ചെയ്യുന്നുണ്ട്. ഇനി ടീച്ചിങ് എന്നുള്ളത് വലിയൊരു ജോലി സാധ്യതയുള്ള ഒന്നാണ് സോഷ്യോളജിസ്റ്റിന് അധ്യാപന മേഖല. ഇനി അടുത്തത് വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സൈക്കോളജി. അപ്പോൾ ഇതിൽ രണ്ട് സിമിലാരിറ്റീസ് അല്ല, രണ്ട് സോഷ്യൽ സയൻസുകൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് ചോദിക്കുമ്പോൾ സോഷ്യോളജിയും സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സോഷ്യോളജി എന്താണ്? സയൻസ് ഓഫ് സൊസൈറ്റി, സമൂഹത്തെക്കുറിച്ചുള്ള പഠനം. അത് മറ്റെല്ലാ സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ വളരെ ക്ലോസ്ലി ഇൻ്റർലിങ്ക്ഡ് ആണ്, ഇൻ്റർ റിലേറ്റഡ് ആണ്, ഇൻ്റർഡിപ്പെൻഡ് ആണ്. അതുപോലെ ഇവർ തമ്മിലുള്ള ബന്ധം, ഇത്രയും അടുത്ത ബന്ധം ഉള്ളതുകൊണ്ട് കാൾ പിയേഴ്സൺ പറയുന്നത് സോഷ്യോളജിയും അതുപോലെ സൈക്കോളജിയും രണ്ട് സോഷ്യൽ സയൻസ് ആണെന്ന് കണക്കാക്കാൻ പറ്റില്ല എന്ന്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സോഷ്യൽ ഫിനോമിന ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പഠനമാണ്. സാമൂഹ്യ പ്രതിഭാസങ്ങളെയും സാമൂഹിക ബന്ധത്തെയും കുറിച്ചുള്ളൊരു ശാസ്ത്രമാണ്. കളക്റ്റീവ് ബിഹേവിയറാണ്, അതായത് ഒരു ഗ്രൂപ്പിൻ്റെ പെരുമാറ്റം സാമൂഹ്യ ഗ്രൂപ്പുകളുടെയും സാമൂഹ്യ സ്ഥാപനങ്ങളുടെയും ഒരു ശാസ്ത്രമാണ്. ഇപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച്, സോഷ്യൽ ഗ്രൂപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ കളക്റ്റീവ് ബിഹേവിയർ കൂട്ടായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഹ്യൂമൻ ബിഹേവിയർ ഗ്രൂപ്പായിട്ട് അവരുടെ ഗ്രൂപ്പുകളുടെ സ്വഭാവത്തെയാണ് പഠിക്കുന്നത്. എന്നാൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ മെൻ്റൽ പ്രോസസ്സിനെയാണ് പഠിക്കുന്നത്. സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് മൈൻഡ്, ഒരു വ്യക്തിയുടെ മൈൻഡ് ആൻഡ് മെൻ്റൽ പ്രോസസ്സ്. ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യൻ്റെ പെരുമാറ്റം, കൂട്ടായ സമൂഹത്തിൻ്റെ പെരുമാറ്റമല്ല, ഒരു വ്യക്തിയുടെ പെരുമാറ്റം. ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അനലൈസ് ചെയ്യുന്നു, ഇമോഷൻസ്, പെർസെപ്ഷൻ, കാഴ്ചപ്പാട്, പ്രോസസ് ഓഫ് ലേണിംഗ്, അതായത് എങ്ങനെയാണ് പഠിക്കുന്ന പ്രക്രിയ, വാല്യൂസ് ഓഫ് ഇൻഡിവിജ്വൽ, ആ വ്യക്തിയുടെ മൂല്യം എന്താണ്, അതുപോലെ പ്രോസസ് ഓഫ് പേഴ്സണാലിറ്റി ഫോർമേഷൻ, ആ വ്യക്തിക്ക് എങ്ങനെയാണ് വ്യക്തിത്വ രൂപീകരണം സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇതൊക്കെ ആണ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സൈക്കോളജി കൈകാര്യം ചെയ്യുന്നത്. ഇൻ ദ വേർഡ്സ് ഓഫ് തൗലസ്, സൈക്കോളജി ഈസ് ദ പോസിറ്റീവ് സയൻസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയർ. അതായത് മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യൻ്റെ അനുഭവത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുന്ന ഒന്നാണ് സൈക്കോളജി. അതൊരു പോസിറ്റീവ് സയൻസ് ആണ് എന്ന് പറയുന്നു. ഇനി ഈ ക്ലോസ്ലി റിലേറ്റഡ് ആണ് ഇവർ. എന്തെല്ലാം കാര്യത്തിലാണ് ഇവർ പരസ്പരം അത്രയും ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഡാറ്റ ശേഖരണത്തിൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. സോഷ്യോളജി റിസീവ്സ് ഹെൽപ്പ് ഫ്രം സൈക്കോളജി. സൈക്കോളജി എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയുടെ ഒരു ഭാഗം തന്നെയാണ്. കാരണം സോഷ്യോളജി എന്ന് പറഞ്ഞൊരു ശാസ്ത്രം സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ വ്യക്തികളാണ് സമൂഹം നിർമ്മിക്കുന്നത്. അപ്പം വ്യക്തികളെക്കുറിച്ചുള്ള പഠനം സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാഞ്ച് തന്നെയാണ് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പഠനം. അതുകൊണ്ട് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പഠനം നടത്തിയില്ലെങ്കിൽ സോഷ്യോളജി പഠനം പൂർണ്ണമല്ല, അപൂർണമാണ്. ഇപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞ പാർട്ട് ഓഫ് സോഷ്യോളജിയാണ്. ഹെൻസ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് സൈക്കോളജി, സോഷ്യോളജി cannot understand itself fully and properly. ഇനി സൈക്കോളജിസ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡ്, മാക്ഡൂഗൽ ആൻഡ് അതർ ഹു ആർ എൻറിച്ച്ഡ് സോഷ്യോളജി ഇൻ മെനി റെസ്പെക്ട്. അപ്പോൾ സോഷ്യോളജിസ്റ്റിന് ഒരുപാട് ഡാറ്റകൾ ലഭിക്കുന്നത് സൈക്കോളജിസ്റ്റിൻ്റെ, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ, മാക്ഡൂഗലിൻ്റെയും ഡാറ്റകളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മനഃശാസ്ത്രജ്ഞന്മാർ പല കാര്യങ്ങളും സമൂഹത്തെക്കുറിച്ച് പഠിക്കുവാൻ അവർ സഹായിക്കുന്നു. They opined that the whole social life could be reduced finally to psychological forces. ഈ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു മനഃശാസ്ത്രപരമായ ഒരു ശക്തിയാണ്. ആളുകളുടെ ഒരു കൂട്ടായ്മ, നമ്മളെന്ന ബോധം, നമ്മുടെ സമൂഹം എന്നുള്ള ബോധം, ഒരു കോൺഷ്യസ്നെസ്, ഗ്രൂപ്പ് മൈൻഡ്, ഇതൊക്കെ പറഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ ഫോഴ്സസ് തന്നെയാണ് സാമൂഹ്യ ജീവിതം. ഈച്ച് ആൻഡ് എവറി സോഷ്യൽ പ്രോബ്ലം ആൻഡ് സോഷ്യൽ ഫിനോമിനൻ മസ്റ്റ് ഹാവ് എ സൈക്കോളജിക്കൽ ബേസിസ്. അതായത് നമ്മുടെ ഒരു സോഷ്യൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ പ്രതിഭാസം, സാമൂഹ്യ പ്രതിഭാസം ഏത് വേണമെങ്കിലും എടുത്തു നോക്ക്, അതിനൊരു സൈക്കോളജിക്കൽ ബേസിസ് ഉണ്ട്. ഫോർ ദ സൊല്യൂഷൻ ഓഫ് വിച്ച് സോഷ്യോളജി റിക്വയർസ് ദ ഹെൽപ്പ് ഫ്രം സൈക്കോളജി. ഇപ്പോൾ നമുക്ക് ഇവിടെ മാരകമായ എപ്പിഡമിക്സ്, മാരകരോഗം, സാംക്രമിക രോഗം, കോവിഡ് വന്നിരിക്കുന്നു. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ
പ്രോബ്ലം കൂടിയാണത്. ആളുകളെല്ലാം ഒറ്റപ്പെട്ട് ഒരു റൂമിലിരിക്കുന്നു. അപ്പം ഇതൊക്കെ വളരെയധികം സൈക്കോളജിയുടെ ഹെൽപ്പ് ആവശ്യമാണ്. അത് അങ്ങനെയുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അതൊരു സോഷ്യൽ പ്രോബ്ലം തന്നെയാണ്, അത് തരണം ചെയ്യാൻ. A new branch of knowledge has developed with the combination of sociology and psychology. ഇത്രയും തമ്മിലുള്ള ക്ലോസ് റിലേഷൻ കൊണ്ട് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ആ കോമ്പിനേഷൻ കൊണ്ട് ഒരു പുതിയ അറിവിൻ്റെ ശാഖ ഇതിലൂടെ വന്നു. അതാണ് സോഷ്യൽ സൈക്കോളജി, സാമൂഹ്യ മനഃശാസ്ത്രം. ഇനി സൈക്കോളജിക്കും സഹായം ആവശ്യമുണ്ട് സോഷ്യോളജിയുടെ. ഇപ്പോൾ ഒരു സാമൂഹ്യ പശ്ചാത്തലം അറിയാതെ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ആ വ്യക്തിയുടെ പ്രോബ്ലം എന്താണെന്നറിയാൻ ആ വ്യക്തി ജീവിച്ചിരുന്ന സാമൂഹ്യ പശ്ചാത്തലം എന്തായാലും മനസ്സിലാക്കണം. അപ്പം മനഃശാസ്ത്രത്തിന് പല കേസുകളിലും സാമൂഹ്യശാസ്ത്രത്തിൻ്റെ സഹായവും ആവശ്യമാണ്. ഇനി ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ആസ് ദ ഹ്യൂമൻ മൈൻഡ് ആൻഡ് പേഴ്സണാലിറ്റി, വ്യക്തിത്വവും മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബീയിങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോഷ്യൽ എൻവയോൺമെൻറ്റ്. നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടാണ് നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നത്. അതുപോലെ നമ്മുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിന് നമ്മുടെ ചുറ്റുപാട്, നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിലെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങൾ, നമുക്ക് നമ്മളുടെ സോഷ്യൽ ക്ലാസ്, ഇതെല്ലാം നമ്മുടെ സോഷ്യൽ എൻവയൺമെൻറ്റാണ്. ഇത് നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നു. നമ്മുടെ കൾച്ചർ, പ്രത്യേകിച്ച് നമ്മുടെ വളർത്തിക്കൊണ്ടുവരുന്ന കൾച്ചർ, നമ്മൾ ഏത് കൾച്ചറിലാണോ ജീവിക്കുന്നത് അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ വളരെയധികം സ്വാധീനിക്കുന്നു. അതുപോലെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ എല്ലാം തന്നെ. Hence, psychology takes the help from sociology to understand this. അപ്പോൾ ഇത് മനസ്സിലാക്കുവാൻ സൈക്കോളജിക്ക് എന്താവശ്യമുണ്ട്? സോഷ്യോളജിയുടെ സഹായം ആവശ്യമുണ്ട്. To understand human nature and behavior properly, psychology depends on sociology. ഇപ്പം മനുഷ്യൻ്റെ പ്രകൃതവും പെരുമാറ്റവും ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സൈക്കോളജിക്ക് തീർച്ചയായിട്ടും സോഷ്യൽ പശ്ചാത്തലം ആവശ്യമാണ്. അതിന് സോഷ്യോളജിയുടെ സഹായം ആവശ്യമാണ്. There are many psychological problems which must have a social cause. നമുക്കറിയാം, ഏത് സൈക്കോളജിക്കൽ പ്രോബ്ലം എടുത്തോ, പണമില്ലാത്ത പ്രശ്നമായിരിക്കാം, മറ്റ് പല സോഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. സൈക്കോളജി റിക്വയർസ് ദ ഹെൽപ്പ് ഓഫ് സോഷ്യോളജി ടു അണ്ടർസ്റ്റാൻഡ് ദീസ് സോഷ്യൽ പ്രോബ്ലംസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇനി അതുപോലെ റിസർച്ച് ഇൻ സോഷ്യോളജി നടത്തുന്ന റിസർച്ചുകൾ പലപ്പോഴും സൈക്കോളജിക്ക്, മനഃശാസ്ത്രത്തിന് വളരെയധികം ഉപകാരപ്രദമാണ്. Contributions and theories of many sociologists are also are of great help to psychology. ഒരുപാട് തിയറീസ് ഉണ്ട് സോഷ്യോളജിയിൽ. അതെല്ലാം അവരുടെ സംഭാവനകൾ, സോഷ്യോളജിസ്റ്റിൻ്റെ ഒരേ കണ്ടുപിടുത്തങ്ങൾ, അവരുടെ ആ തിയറികൾ, ഇതെല്ലാം സൈക്കോളജിസ്റ്റിനെ അവരുടെ കാര്യങ്ങൾ, ഡാറ്റകൾ ലഭിക്കാനായിട്ട് സഹായകരമാണ്. ഇനി സോഷ്യോളജി ആൻഡ് സൈക്കോളജി ആർ മ്യൂച്വലി ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. അപ്പം നമുക്കറിയാം, രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നിർത്താൻ സാധിക്കില്ല. കാരണം ഇവർക്ക് കോമൺ ആയിട്ട് കുറേ ഏരിയാസ് ഓഫ് സ്റ്റഡി ഉണ്ട്. അതായത് ദർ ആർ സം കോമൺ ഏരിയാസ് ഓഫ് സ്റ്റഡി സച്ച് ആ സോഷ്യൽ ഡിസോർഗനൈസേഷൻ, സാമൂഹിക പ്രശ്നങ്ങൾ, അത് വ്യക്തിയെയും ബാധിക്കും സമൂഹത്തെയും ബാധിക്കും. പബ്ലിക് ഒപ്പീനിയൻ, വ്യക്തിയെ തകർത്ത് കളയാൻ തന്നെ സാധിക്കും പബ്ലിക് ഒപ്പീനിയൻ. അതുപോലെ സമൂഹത്തിൻ്റെ ഒരു സോഷ്യൽ ഫിനോമിനയാണ് പബ്ലിക് ഒപ്പീനിയൻ. ഇതൊക്കെ രണ്ട് കൂട്ടരും പഠിക്കുന്നുണ്ട്. സോഷ്യോളജിസ്റ്റും സൈക്കോളജിസ്റ്റും ഒരേപോലെ പഠിക്കുന്ന ഡാറ്റ എന്ന് പറയേണ്ട കൺസെപ്റ്റാണ്. അതുപോലെ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കോളജിയുടെ ബ്രാഞ്ചാണെന്ന് പറയുന്നു. അത് ഈ സോഷ്യോളജിയുടെയും സൈക്കോളജിയുടെയും ഒരു കോമ്പിനേഷനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻ ദ വേർഡ്സ് ഓഫ് ക്രെച്ച്ഫീൽഡ്, സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ്. ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റി. ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കുന്ന ആ ഒരു പഠനശാഖയാണ് സോഷ്യൽ സൈക്കോളജി. ഇനി വ്യത്യാസം പറയാം. സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഒത്തിരി വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടും രണ്ട് സോഷ്യൽ സയൻസസ് ആയിട്ട് പറയുന്നത്. However, in spite of mutual relationship and dependence, both the science differ from each other in the following way. അപ്പോൾ പല കാര്യങ്ങളിലും ഒത്തിരി വ്യത്യാസം ഉണ്ട്. ഇപ്പോൾ പോയിന്റ് വൈസ് ആയിട്ട് പറയുകയാണ്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് സൊസൈറ്റിയാണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് മൈൻഡ്. അതാണ് പോയിന്റ്. ഇനി സ്കോപ്പ് ഓഫ് സോഷ്യോളജി വിശാലമാണ്, വൈഡാണ്. ഇനി സ്കോപ്പ് ഓഫ് സൈക്കോളജി ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മൈൻഡ് മാത്രം, ഒരു വ്യക്തിയുടെ ബിഹേവിയർ മാത്രമേ പഠിക്കുന്നുള്ളൂ.
സൊസൈറ്റി ഈസ് ദ യൂണിറ്റ് ഓഫ് സ്റ്റഡി. അതായത് ഒരു സോഷ്യോളജിയുടെ യൂണിറ്റ് ഓഫ് സ്റ്റഡി സൊസൈറ്റിയാണ്. അതായത് സോഷ്യോളജി പഠനത്തിനായി യൂണിറ്റായി തിരഞ്ഞെടുക്കുന്നത് സമൂഹത്തെയാണെങ്കിൽ സൈക്കോളജിയിലെ യൂണിറ്റായിട്ട് തിരഞ്ഞെടുക്കുന്നത് വ്യക്തിയാണ്. സോഷ്യോളജി സ്റ്റഡീസ് സോഷ്യൽ പ്രോസസ്സസ്, സാമൂഹ്യ പ്രതിഭാസങ്ങൾ, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സൈക്കോളജി മെൻ്റൽ പ്രോസസ്സിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇനി അഞ്ചാമത്തേത് സോഷ്യോളജി സ്റ്റഡീസ് ആൻഡ് അനലൈസ് ഹ്യൂമൻ ബിഹേവിയർ ഫ്രം സോഷ്യോളജിക്കൽ ആംഗിളാണ്. വ്യക്തികളെ പഠിക്കുന്നുണ്ട്, വ്യക്തികളുടെ പെരുമാറ്റത്തെ പഠിക്കുന്നുണ്ട്, പക്ഷെ അത് സാമൂഹിക വ്യൂ പോയിൻറ്റിലൂടെയാണ്, സോഷ്യോളജിക്കൽ വ്യൂ പോയിൻറ്റിലാണ്. എന്നാൽ വ്യക്തികളെ സൈക്കോളജി പഠിക്കുന്നത് സൈക്കോളജിക്കൽ ആംഗിളിലൂടെയാണ്. അതാണ് ആ വ്യത്യാസം. ഇനി ഇതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഉള്ളത് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജിയാണ്. മറ്റതെല്ലാം ഫോക്കസ് ഏരിയയിലില്ല. അപ്പോൾ ഇത് രണ്ടും എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്ന് പറഞ്ഞതുകൊണ്ട് അത് വരില്ല എന്ന് യാതൊരു അർത്ഥവും ഇല്ല. പക്ഷേ ഇതെന്തായാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഫോക്കസ് ഏരിയ. അപ്പോൾ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരവംശശാസ്ത്രം. ഇപ്പോൾ സോഷ്യോളജി നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് സോഷ്യോളജി? മദർ ഓഫ് ഓൾ സയൻസസ് ആണ്. എല്ലാ സോഷ്യൽ സയൻസസിൻ്റെയും അമ്മയാണ്, മാതാവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് നമുക്ക് എടുക്കാം. അതുകൊണ്ട് തന്നെ വളരെ അടുത്ത ബന്ധമുണ്ട്. ഇനി ഈ ഇത്രയും അടുത്ത ബന്ധം എന്ന് പറയുമ്പോൾ എൽ ക്രോബർ, ഇത് വൺ വേർഡായിട്ട് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. എൽ ക്രോബർ കൺസിഡേഴ്സ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ആസ് ട്വിൻ സിസ്റ്റേഴ്സ്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതെന്തായാലും മാച്ച് ദ ഫോളോയിങ്ങിലോ വൺ വേർഡിലോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇനി അപ്പോൾ ഇരട്ട സഹോദരി, ട്വിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മാറിപ്പോവും, അവരെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കില്ല. അതേപോലെയുള്ള സിമിലാരിറ്റീസാണ് സോഷ്യോളജിക്കും ആന്ത്രപ്പോളജിക്കും ഉള്ളത്. അതുകൊണ്ടാണ് എൽ ക്രോബർ ഇവരെ ഇരട്ട സഹോദരികൾ, ട്വിൻ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ റെഡ്ഫീൽഡ് പറയുന്നത് ഈ രണ്ട് സയൻസസും വളരെ ക്ലോസ് ആണ്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് സൊസൈറ്റിയാണ്. ഇറ്റ് സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് മെൻ ഇൻ ഗ്രൂപ്പ്സ്. അതായത് സമൂഹത്തിലെ ആളുകളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നു എന്നുള്ള അതാണ് ഒരു വ്യത്യാസം. മറ്റത് വ്യക്തികളെക്കുറിച്ച് പഠിക്കുന്നു എന്നുള്ളത്. ഇനി സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാറ്റിൻ വേർഡിൽ നിന്നാണ്, സൊസിയസ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. അതുപോലെ ഗ്രീക്ക് വേർഡ് ലോഗോസിൽ നിന്നാണ് വന്നത്. അതുപോലെ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം സോഷ്യൽ ഗ്രൂപ്പ്സിനെയാണ് സോഷ്യോളജി കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ആന്ത്രപ്പോളജിയുടെ എങ്ങനെയാണ് ഉത്ഭവം എന്നും കൂടി പറയുന്നുണ്ട്. ഇതും ചോദിക്കാനുള്ളതാണ്. ആന്ത്രപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, അല്ലെങ്കിൽ ഏത് പദത്തിൽ നിന്നാണ് ആന്ത്രപ്പോളജി എന്ന് വന്നത്? അപ്പം അങ്ങനെയുള്ള ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് 2 ഗ്രീക്ക് വേർഡ്സ് ആണ്. ഒന്ന് ആന്ത്രപ്പോസ്, മറ്റത് ലോഗോസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ആന്ത്രപ്പോസ് എന്ന് പറഞ്ഞാൽ മാൻ, മനുഷ്യൻ. ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി അല്ലെങ്കിൽ സയൻസ്. അപ്പോൾ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മാൻ. അപ്പോൾ ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റഡി ഓഫ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും സോഷ്യോളജിയാണെന്ന്. അല്ല, മനുഷ്യനെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ, നരനെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ നരവംശശാസ്ത്രം തന്നെയാണ്, ആന്ത്രപ്പോളജിയാണ്. ഇനി ആസ് എ സയൻസ് ഓഫ് മാൻ ഇറ്റ് ഡീൽസ് വിത്ത് മാൻ, ഹിസ് വർക്ക് ആൻഡ് ബിഹേവിയർ. അവൻ്റെ പെരുമാറ്റം, അവൻ്റെ വർക്ക്, അവൻ്റെ തൊഴിൽ, അവൻ്റെ പെരുമാറ്റം, ഇതെല്ലാം തന്നെ പഠിക്കുന്നതാണ് ആന്ത്രപ്പോളജി. അതുപോലെ ആന്ത്രപ്പോളജിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ആന്ത്രപ്പോളജി സ്റ്റഡീസ് ദ ബയോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് മാൻ. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരാൻ സാധ്യതയുണ്ട്. ഡാഷ് സ്റ്റഡീസ് ദ ബയോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാൻ. അപ്പോൾ അവിടെ ആന്ത്രപ്പോളജി എന്ന് ആൻസർ കൊടുക്കുക. ഇനി ആന്ത്രപ്പോളജി ഹാസ് എ വൈഡ് ഫീൽഡ് ഓഫ് സ്റ്റഡി. അതുകൊണ്ട് തന്നെ വലിയ വിശാലമായ ഫീൽഡുണ്ട്. സോഷ്യോളജിയുടെ അത്രയില്ല. സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. അതുകൊണ്ട് നമ്മൾ ആന്ത്രപ്പോളജി ഈസ് ലിമിറ്റഡ് എന്നേ പറയുള്ളൂ, സ്കോപ്പ് ഈസ് ലിമിറ്റഡ് എന്നേ പറയുള്ളൂ. എങ്കിലും അതിൽ തന്നെ കമ്പയർ ടു മറ്റ് സയൻസുകളെ, സോഷ്യൽ സയൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇത് വൈഡ് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറി ആയിട്ടായിട്ട് നമുക്ക് തിരിക്കുക ഇതിനെ. ഫിസിക്കൽ ആന്ത്രപ്പോളജി, ആർക്കിയോളജിക്കൽ ഓർ കൾച്ചറൽ ആന്ത്രപ്പോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി. ഇനി ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ ഭൗതിക, അതായത് നമ്മുടെ ബോഡിലി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി മാൻ ആൻഡ് ദെർബൈ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ബോത്ത് പ്രിമിറ്റീവ് ആൻഡ് മോഡേൺ കൾച്ചർ. അതായത് ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാനായിട്ട്
മറന്നുപോയി. അപ്പോൾ നിങ്ങൾ തന്നെ ഇതൊന്ന് മനസ്സിലാക്കിക്കോ. അതായത് ഭൗതിക നരവംശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന കാലത്തെ മനുഷ്യൻ്റെ ശാരീരിക സവിശേഷതകളെക്കുറിച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ശാരീരിക സവിശേഷതകളെക്കുറിച്ച് പഠിക്കുന്നു. അതിലൂടെ പ്രാകൃത മനുഷ്യനെക്കുറിച്ചും ആധുനിക സംസ്കാരത്തെക്കുറിച്ചും താരതമ്യം ചെയ്യുവാൻ ഈ പഠനം സഹായിക്കുന്നു. ഇനി അടുത്തത് ആർക്കിയോളജിയാണ്. ആർക്കിയോളജി സ്റ്റഡീസ്. ആർക്കിയോളജി എന്താ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ചരിത്രാതീത കാലഘട്ടത്തെ സംസ്കാരത്തെയൊക്കെ പഠിക്കാനായിട്ട് ആർക്കിയോളജിക്കൽ റിമെയിൻസ് ആണ്, അവരുടെ കൾച്ചറിൻ്റെ റിമെയിൻസ്, അവരുടെ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ അവരുടെ ശവശരീരത്തിൻ്റെ അല്ലെങ്കിൽ എല്ലുകളുടെ ഫോസിൽസ് ഇതൊക്കെ എടുത്തിട്ട് പഠിക്കുന്നതിനെയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആർക്കിയോളജി പഠിക്കുന്നത്? ആർക്കിയോളജി സ്റ്റഡീസ് കൾച്ചർ ഓഫ് ദ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അതായത് പുസ്തകങ്ങൾ എഴുതി വെക്കുന്നതിന് മുമ്പ് ഉള്ള കുറിച്ച്. ഇപ്പോൾ നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ആ സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് റിട്ടൺ റെക്കോർഡില്ല. നമുക്ക് വേദിക് ടെക്സ്റ്റുകളാണ് നമ്മുടെ ഫസ്റ്റ് റിട്ടൺ റെക്കോർഡ്സ്. അപ്പോൾ അതിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നത് പുരാവസ്തു ഗവേഷണത്തിലൂടെയാണ്. അതാണ് ആർക്കിയോളജി. ദിസ് സ്റ്റഡി ഫെസിലിറ്റേറ്റ് സോഷ്യോളജിസ്റ്റ് ടു മേക്ക് എ കമ്പാരിറ്റീവ് സ്റ്റഡി. അതായത് ഇന്നത്തെ സമൂഹവും കഴിഞ്ഞ കാലത്തെ സമൂഹവും പ്രാകൃത സമൂഹവും തമ്മിലുള്ള ആ കൾച്ചറിനെ കുറിച്ചും സോഷ്യൽ സ്ട്രക്ചറെ കുറിച്ചും ഒക്കെ ഒരു കമ്പാരിറ്റീവ് താരതമ്യ പഠനം നടത്തുവാനായിട്ട് സഹായിക്കും. നരവംശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ സാമൂഹ്യശാസ്ത്ര പഠനം അത് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് കൺസേർഡ് വിത്ത് ഏർലി പീരീഡ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അതായത് ഇത് പഴയ കാലത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അതുപോലെ തന്നെ അവരുടെ ഒറിജിൻ എന്തായിരിക്കാം, സ്പ്രെഡ് ആൻഡ് എവല്യൂഷൻ ഓഫ് കൾച്ചർ എങ്ങനെയായിരിക്കാം, ഇതൊക്കെ എങ്ങനെയാണ് അവരുടെ ഫോസിൽസ് അല്ലെങ്കിൽ റിമെയിൻസ് എടുത്തിട്ട് അവരുടെ കൾച്ചർ. ഇപ്പോൾ ഹാരപ്പൻ സൊസൈറ്റിയിൽ സിവിലൈസേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കവിടെ നിന്ന് ഗ്രേറ്റ് ബാത്ത്, അതുപോലെ അവിടെ കൺസ്ട്രക്റ്റഡ് ബിൽഡിങ്സ് തകർന്നു കിടക്കുന്നത്, ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത്, അതെല്ലാം തന്നെ നോക്കിയിട്ടാണ് ഇഷ്ടികയുടെ വലിപ്പം അല്ലെങ്കിൽ ആ ഒരു സ്നാനഘട്ടത്തിൻ്റെ സൈസ് ഇതൊക്കെ പഠിച്ചത്. ഇനി സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യൽ ആന്ത്രപ്പോളജിയാണ് സോഷ്യോളജിയുമായി ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. കാരണം എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് മാൻ ഇൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കുടുംബം, അതുപോലെ വിവാഹം, അങ്ങനെയുള്ള സോഷ്യൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതുമായിട്ടുള്ള ബന്ധം, മനുഷ്യൻ്റെ പെരുമാറ്റം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള പഠനമാണിത്. അപ്പോൾ സാമൂഹ്യശാസ്ത്രവും നരവംശാസ്ത്രവും തമ്മിലുള്ള വളരെ അടുത്ത ബന്ധത്തിൽ ഇവരെല്ലാവരും കോമൺ ആയിട്ട് പഠിക്കുന്ന കുറേ കാര്യങ്ങളും കൂടിയുണ്ട്. കുടുംബം, സുഹൃത്തുക്കൾ, ഗോത്രങ്ങൾ, ഇതിനെയൊക്കെ പൊതുവായിട്ട് ഇവർ പഠിക്കുന്നു. അതുപോലെ തന്നെ ഇവാൻ പിച്ചാർഡ് കൺസിഡർ സോഷ്യൽ ആന്ത്രപ്പോളജി ആസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ബ്രാഞ്ചാണെന്നാണ് ഇവാൻ്റെ അഭിപ്രായം. ഇനി ഇവർ തമ്മിലുള്ള മ്യൂച്വൽ ഹെൽപ്പ് എന്താണ്? However, there exists a very close and intimate relationship between sociology and anthropology. കണ്ടോ, ഇവർക്ക് വളരെയധികം അടുത്ത ബന്ധം നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് സോഷ്യോളജി സ്റ്റഡീസ് സൊസൈറ്റി, ആന്ത്രപ്പോളജി സ്റ്റഡീസ് മാൻ, ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. എന്നാലും മനുഷ്യൻ, ബട്ട് ആസ് മാൻ ആൻഡ് സൊസൈറ്റി ആർ മ്യൂച്വലി ഇൻ്റർറിലേറ്റഡ്, ഹെൻസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിസ്റ്റിങ്വിഷ് ദ ടു. ഇത് തമ്മിൽ വ്യത്യാസം വളരെ ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. കാരണം മനുഷ്യൻ കൂടുന്നതാണ് സൊസൈറ്റി. അപ്പോൾ രണ്ടിൻ്റെയും പഠനം ഒന്നല്ലേ എന്ന് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ക്ലോസ് റിലേഷൻഷിപ്പ് ഒന്ന് എടുത്തു പറയാം. ആന്ത്രപ്പോളജി എന്താണ്? സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ സൈക്കോളജി പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ്, കുറച്ച് വ്യത്യാസമൊക്കെ മാത്രമേ ഉള്ളൂ. വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ആന്ത്രപ്പോളജി ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി കാൺ ബി കംപ്ലീറ്റ്. ഇപ്പോൾ സൈക്കോളജി ഇങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ പാർട്ട് ഓഫ് സോഷ്യോളജിയാണ് ആന്ത്രപ്പോളജിയും. ഏൻഷ്യൻ്റ് സൊസൈറ്റിയെക്കുറിച്ച് വിവരങ്ങൾ സോഷ്യോളജിക്ക് നൽകുന്നു. അതുപോലെ തന്നെ പ്രസൻറ്റ് സൊസൈറ്റി നന്നായിട്ട് മനസ്സിലാക്കാൻ സോഷ്യോളജിക്ക് ആന്ത്രപ്പോളജിയുടെ പഴയ കാല പഠനത്തെക്കുറിച്ചുള്ള ഡാറ്റ ആവശ്യമാണ് കമ്പാരിസൺ നടത്താനായിട്ട്. അതുപോലെ ആന്ത്രപ്പോളജിസ്റ്റ് പ്രധാനപ്പെട്ടവർ ബ്രൗൺ, ലിൻറ്റൺ, മീഡ്,
പിച്ചാർഡ്, ഇവരൊക്കെ വളരെയധികം കോൺട്രിബ്യൂഷനാണ് സോഷ്യോളജിക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ ഇവർ പൊതുവായി പഠിക്കുന്നത് ഒറിജിൻ ഓഫ് ഫാമിലി, മാരേജ്, റിലീജിയൻ ക്യാൻ ബി ബെറ്റർ അണ്ടർസ്റ്റുഡ് ത്രൂ ആന്ത്രപ്പോളജിക്കൽ നോളജ്. സോഷ്യോളജിയും പഠിക്കുന്നുണ്ട്, ഫാമിലിയെക്കുറിച്ചും മാരേജിനെക്കുറിച്ചും റിലീജിയനെക്കുറിച്ചും. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ആന്ത്രപ്പോളജിയാണ്. പലപ്പോഴും ആന്ത്രപ്പോളജിയോട് ഡാറ്റ കടമെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൺസെപ്റ്റിലായി കൾച്ചറൽ ഏരിയ, കൾച്ചറൽ ട്രേറ്റ്സ് ആൻഡ് കൾച്ചറൽ ലാഗ്, ഇതൊക്കെ രണ്ടുപേരും സോഷ്യോളജി കടമെടുക്കുന്നത് ആന്ത്രപ്പോളജിയിൽ നിന്നാണ്. അതുപോലെ തന്നെ സോഷ്യോളജി ആന്ത്രപ്പോളജിയുടെ ചില കൺക്ലൂഷൻസ് അതേപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് റേഷ്യൽ സുപ്പീരിയോറിറ്റി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ഇപ്പം നമ്മൾ പലരും പറയാറുണ്ട് അവർ റേഷ്യൽ സുപ്പീരിയർ ആണ്, വംശീയ മേധാവിത്വം സുപ്പീരിയോറിറ്റി അത് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകില്ല. അപ്പോൾ റേഷ്യൽ സുപ്പീരിയോറിറ്റി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ മെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആന്ത്രപ്പോളജിയുടെ നിന്ന് സോഷ്യോളജി കടമെടുത്തതാണ്. അതായത് വംശീയ മേധാവിത്വം എന്ന് പറഞ്ഞാൽ വംശീയമായി ഒരാൾ ഉയർന്നതാണെങ്കിൽ അയാൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവും എന്നതൊന്നും അർത്ഥമില്ല. വംശീയമായി വളരെ താഴ്ന്നു നിൽക്കുന്ന ആൾക്കും വളരെ മാനസിക ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ റേഷ്യൽ സുപ്പീരിയർ അങ്ങനെയാണല്ലോ നമ്മൾ വർണ്ണ സിസ്റ്റത്തിൽ പറഞ്ഞിരുന്നത്. വംശീയപരമായി മേധാവിത്വം ഉള്ള ബ്രാഹ്മണർക്ക് മാത്രമേ ബുദ്ധിശക്തിയുള്ളൂ, അതുകൊണ്ട് അവർ പറയുന്നത് മാത്രമാണ് സത്യം, അവരാണ് പഠിക്കാൻ അവർക്ക് പ്രാപ്തിയുള്ളത്, മറ്റുള്ളവർക്ക് പഠിക്കാനേ കഴിവില്ലാത്തവരാണ്. അങ്ങനെയേ അല്ല. വംശീയ മേധാവിത്വം മാനസിക വികാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആർക്ക് വേണമെങ്കിലും ആ മെൻ്റൽ ഡെവലപ്മെൻറ്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒബ്സർവേഷനിലൂടെയോ പിന്നെ പഠനത്തിലൂടെയോ ഒക്കെ നേടാവുന്നതേ ഉള്ളൂ. ഇനി സാംസ്കാരിക മേഖല, സാംസ്കാരിക സവിശേഷതകൾ എന്നീ ആശയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ കുറച്ച് തെറ്റായി താഴെ വന്ന് കിടന്നു എന്ന് മാത്രം. അതുപോലെ സോഷ്യോളജി ഒരുപാട് കൺസെപ്റ്റ് സോഷ്യോളജിയുടെ ആന്ത്രപ്പോളജിയും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ഹെൽപ്പാണ്. ഇപ്പോൾ ആന്ത്രപ്പോളജിയുടെ ഡാറ്റ സോഷ്യോളജി എടുക്കുന്നുണ്ട് എങ്കിൽ പ്രസൻറ്റ് സൊസൈറ്റിയെക്കുറിച്ചുള്ള കാര്യം ആന്ത്രപ്പോളജിയും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ റിസർച്ച് ഒരുപാട് സോഷ്യോളജിസ്റ്റ് ചെയ്തത് എമിലി ഡേക്കിയും ഹെർബർട്ട് സ്പെൻസർ അവരൊക്കെ വെച്ചിരിക്കുന്ന റിസർച്ച് അവരുടെ സംഭാവനകളൊക്കെ ആന്ത്രപ്പോളജി നരവംശാസ്ത്രത്തിനും വളരെയധികം സഹായകരമാവുന്നുണ്ട്. അപ്പോൾ ആന്ത്രപ്പോളജിസ്റ്റും ഗ്രേറ്റ്ലി ബെനിഫിറ്റഡ് ഫ്രം സോഷ്യോളജിക്കൽ റിസർച്ച്. അതുപോലെ തന്നെ ആശയങ്ങളും നിഗമനങ്ങളും ഒക്കെ ഒരുപാട് കൺക്ലൂഷൻസ് സോഷ്യോളജിയുടെ ആന്ത്രപ്പോളജിയുടെ റിസർച്ചിന് സഹായകരമാണ് ഇന്നത്തെ സൊസൈറ്റിയെക്കുറിച്ചുള്ള പഠനത്തിലൂടെ. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ബോത്ത് ആർ കൺസേൺ വിത്ത് ഓൾ കൈൻഡ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. രണ്ട് കൂട്ടരും പൊതുവായി പഠിക്കുന്നതാണ് ഫാമിലീസ്, ഫ്രണ്ട്സ്, ഗോത്രം എന്നിവയൊക്കെ. അതുപോലെ തന്നെ മെനി ഓഫ് ദ ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സ് ആർ യൂസ്ഡ് ഇൻ ബോത്ത് ദ ഡിസിപ്ലിൻ. രണ്ടുപേരും ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ഇവർ പരസ്പരം റിലേറ്റഡ് ആണ്. ഇനി വ്യത്യാസവും കൂടി പറഞ്ഞേക്കാം. വ്യത്യാസം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം. സയൻസ് ഓഫ് മാൻ, ഇവിടെ സയൻസ് ഓഫ് സൊസൈറ്റിയാണ് സോഷ്യോളജി. ഇത് ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് മാൻ ആൻഡ് ഹിസ് ബിഹേവിയർ. ഇനി സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് വെച്ചാൽ വൈഡാണ്, സ്കോപ്പ് ഓഫ് ആന്ത്രപ്പോളജി ലിമിറ്റഡ് ആണ്. ഇനി ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് പാർട്ട് ഓഫ് സോഷ്യോളജി എന്നും കൂടി പറഞ്ഞേക്കുക. ഇനി സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെ പഠിക്കുന്നു മൊത്തത്തിൽ, എന്നാൽ ആന്ത്രപ്പോളജി പഠിക്കുന്നത് മാൻ ആസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി, ഒരു മനുഷ്യനെ മാത്രം, സമൂഹത്തിൻ്റെ ഒരു ഭാഗമായ മനുഷ്യനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി അതുപോലെ സോഷ്യോളജി എല്ലാത്തരം സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നത് വിശാലമായ സമൂഹത്തെക്കുറിച്ച്. ആന്ത്രപ്പോളജി അങ്ങനെയല്ല, സമൂഹത്തെക്കുറിച്ചല്ല, കൂടുതൽ വ്യക്തികളെക്കുറിച്ച്, പ്രിമിറ്റീവ് സൊസൈറ്റിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. കൾച്ചർ വിച്ച് ആർ സ്മോൾ ആൻഡ് സ്റ്റാറ്റിക്, അതായത് സ്ഥിരമായ പ്രാകൃത സമൂഹങ്ങൾ, ഗോത്ര സമൂഹങ്ങൾ, അല്ലെങ്കിൽ വളരെ ചെറുതെന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് സൊസൈറ്റി എണ്ണത്തിൽ വളരെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി സോഷ്യോളജി പഠിക്കുന്നത് മോഡേൺ സിവിലൈസ്ഡ് കോംപ്ലക്സ് സൊസൈറ്റീനെ, അതായത് ആധുനിക പരിഷ്കൃത അല്ലെങ്കിൽ സങ്കീർണമായ സമൂഹത്തെ പഠിക്കുകയാണെങ്കിൽ ആന്ത്രപ്പോളജി പഠിക്കുന്നതോ പ്രാചീന നിരക്ഷരരായ അല്ലെങ്കിൽ സാക്ഷരതയില്ലാത്ത സമൂഹത്തെക്കുറിച്ചാണ്.
ഇനി സോഷ്യോളജി എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? അത് സോഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇനിയുള്ള സൊസൈറ്റിയിൽ അതൊരു നല്ലൊരു പുരോഗമനത്തിന് വേണ്ടിയോ ഒക്കെയാണ് അവരുടെ ഡാറ്റ അവർ സംഭാവന ചെയ്യുന്നത് എങ്കിൽ ആന്ത്രപ്പോളജി അങ്ങനെ ഒന്നുമില്ല, വെറുതെ പഠിക്കുകയാണ് അവർ. നോട്ട് കൺസേൺ വിത്ത് സോഷ്യൽ പ്ലാനിങ്, അറിവ് നേടാൻ വേണ്ടി, പഴയ സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് നേടാൻ വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യൽ പ്ലാനിങ് സോഷ്യോളജി മേക്ക് സജഷൻസ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ ഇതിലെ പോയിൻറ്റിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സോഷ്യൽ പ്ലാനിങ്ങിന് എന്തെങ്കിലും സജഷൻസ് കൊടുക്കുന്നു ഫ്യൂച്ചറിന് വേണ്ടി. പക്ഷേ ആന്ത്രപ്പോളജിക്ക് അങ്ങനെ സജഷൻ കൊടുക്കാനൊന്നുമില്ല, പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഇൻ ദ വേർഡ്സ് ഓഫ് ക്ലക്കോൺ, ദ സോഷ്യോളജിക്കൽ ആറ്റിറ്റ്യൂഡ് ഹാസ് ടെൻ ടുവേർഡ്സ് പ്രാക്ടിക്കൽ ആൻഡ് പ്രസൻറ്റ്. അപ്പോൾ അത് സോഷ്യോളജിക്കൽ ആറ്റിറ്റ്യൂഡ് പ്രാക്ടിക്കലാണ്, പ്രസൻ്റാണ്. എന്നാൽ ആന്ത്രപ്പോളജിക്കലാണെങ്കിലോ വെറുതെ പഴയ കാര്യത്തെക്കുറിച്ച് പ്യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി